ഹായ് ഓൾ വെൽക്കം ബാക്ക്. അപ്പോൾ ഇന്ന് നമ്മൾ വന്നിട്ടുള്ളത് കഴിഞ്ഞൊരു വീഡിയോയിൽ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു വളരെ പെട്ടെന്ന് എങ്ങനെയാണ് നമുക്കൊരു ഇൻകം സോഴ്സ്, അതായത് ഇൻകം കണ്ടെത്താനുള്ള ഒരു വഴി നമുക്ക് തിരഞ്ഞെടുക്കുക എന്നുള്ളത്. ഞാൻ അതിനായിട്ട് നിങ്ങൾക്ക് സജസ്റ്റ് ചെയ്തിട്ടുള്ള ഒരു യൂട്യൂബ് ചാനൽ അങ്ങ് ക്രിയേറ്റ് ചെയ്യുക എന്നുള്ളതാണ് കേട്ടോ. നമ്മൾ യൂട്യൂബ് ഓപ്പൺ ആയിക്കഴിഞ്ഞാൽ നമുക്ക് ഈ ഒരു ഇൻ്റർഫേസ് ആയിരിക്കും കിട്ടുക അല്ലേ. ഒട്ടും അറിയാത്ത ബിഗിനേഴ്സിനാണ് ഞാൻ ഈ ഒരു കാര്യം പറയുന്നത്. ഇതിൽ ഈ ഒരു യൂട്യൂബിൻ്റെ ഏറ്റവും താഴെയായിട്ട് ഹോം, ഷോർട്സ്, പ്ലസ്, സബ്സ്ക്രിപ്ഷൻ, യു എന്നുള്ള ഐക്കൺ കണ്ടോ? അതിൽ യു ക്ലിക്ക് ചെയ്തതിന് ശേഷം സ്വന്തമായിട്ട് എന്തെങ്കിലും ഒരു കോണ്ടൻറ്റ് ക്രിയേറ്റ് ചെയ്തിട്ട് നിങ്ങൾ ഈ വീഡിയോ ഇടും എന്നുള്ള ഉറപ്പുണ്ടെങ്കിൽ മാത്രമേ ഈ ഒരു വീഡിയോ നിങ്ങൾ കാണേണ്ടതുള്ളൂ കേട്ടോ. അപ്പോൾ യു എന്ന് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മൾ ക്രിയേറ്റ് ചെയ്തൊരു ചാനലിൻ്റെ ഇൻ്റർഫേസ് ആയിരിക്കും മുകൾ ഭാഗത്ത്. ആ ഒരു ക്രിയേറ്റിംഗ് സ്റ്റുഡിയോ എന്ന് കണ്ടോ? അത് ഓൾറെഡി ഞാൻ അവിടെ ക്രിയേറ്റ് ചെയ്തതായിരുന്നേ. അപ്പോൾ നിങ്ങൾക്ക് വീണ്ടും ഇതൊന്നും ഞാൻ ചേഞ്ച് ചെയ്തിട്ടും കൂടെ കാണിച്ചു തരാം കേട്ടോ. ആ ഒരു എഡിറ്റ്, അതായത് ഒരു പെൻസിലിൻ്റെ ചിഹ്നമില്ലേ, ആ ഒരു ചിഹ്നം എടുത്തിട്ട് അവിടെ നമുക്ക് നെയിം എന്നുള്ളിടത്ത് നമ്മൾ എന്ത് ചാനലാണോ, ചാനലിന് എന്താണോ പേര് നമ്മൾ സജസ്റ്റ് ചെയ്യുന്നത് ആ ഒരു പേര് അവിടെ നമ്മൾ ക്ലിക്ക് ചെയ്ത് കൊടുക്കാം, ടൈപ്പ് ചെയ്ത് കൊടുക്കാം. ഇവിടെ ഇപ്പോൾ ഞാൻ ജസ്റ്റ് ആർട്ട് കഫേ എന്ന് കൊടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ ഹാൻഡിലിന് താഴെയുണ്ട് ആ ഒരു ഓപ്ഷൻ കേട്ടോ. അപ്പോൾ ആ ഒരു ഹാൻഡിലിൽ ജസ്റ്റ് ആർട്ട് കഫേ ടൈപ്പ് ചെയ്യുക, വിത്തൗട്ട് സ്പേസ് കൊടുക്കുക. അതായത് സ്പേസ് ഇല്ലാതെ ജസ്റ്റ് എന്തെങ്കിലും ഒരു എന്താ പറയുക, ഒന്നേൽ സ്പെല്ലിങ് മാത്രം, അല്ലാന്നുണ്ടെങ്കിൽ ഡിജിറ്റ് നമ്പേഴ്സും കൂടെ ആഡ് ചെയ്തിട്ട് എന്തെങ്കിലും ഒന്നും കൂടെ ടൈപ്പ് ചെയ്തെടുക്കുക കേട്ടോ. ഇവിടെ ഇപ്പം ഞാൻ ആർട്ട് കഫേ A5T എന്ന് കൊടുത്തിട്ടുണ്ട്. അതിനുശേഷം അവിടെ ടിക്കറ്റ് കൊടുക്കുക. ജസ്റ്റ് ചാനൽ URL ഓട്ടോമാറ്റിക്കായിട്ട് നമുക്കവിടെ ക്രിയേറ്റ് ആയിട്ട് കിട്ടും കേട്ടോ. അത് നിങ്ങൾക്ക് വരുന്നില്ല എന്നുണ്ടെങ്കിൽ ഞാനിവിടെ താഴെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ അത് ആഡ് ചെയ്തിടാം കേട്ടോ. youtube.com/ വരെയുള്ള ഭാഗം ഞാനിവിടെ താഴെയായിട്ട് കൊടുത്തേക്കാം. വീഡിയോയുടെ ലെങ്ത് കൂടുമ്പോൾ പല കൂട്ടുകാർക്കും കാണാൻ ബുദ്ധിമുട്ടായിരിക്കും. അപ്പോൾ അങ്ങനെയുള്ള കൂട്ടുകാർക്കാണ് വളരെ പെട്ടെന്ന് ഞാനങ്ങ് പറഞ്ഞു പോകുന്നത്. ഇതിനെ പറ്റിയിട്ട് ബേസിക് ആയിട്ടുള്ള കാര്യമാണ് പറയുന്നത്. അപ്പോൾ നമ്മൾ ഹാൻഡിൽ കൊടുത്തതിന് ശേഷം താഴത്തുള്ള ഓപ്ഷൻ ഡിസ്ക്രിപ്ഷനാണ്. അതായത് നമ്മുടെ ചാനൽ എടുത്ത് നോക്കുമ്പോൾ അതിൽ എന്ത് തരം വീഡിയോസാണ്, അല്ലെങ്കിൽ നിങ്ങൾ ആരാണ് എന്നുള്ളതൊക്കെ നിങ്ങൾക്ക് അവിടെ മെൻഷൻ ചെയ്യാം കേട്ടോ. നിങ്ങളുടെ സ്ഥലം മെൻഷൻ ചെയ്യാം, നിങ്ങൾ എന്ത് തരം വീഡിയോസാണ് ഇടാൻ പോകുന്നത് എന്നുള്ളത് മെൻഷൻ ചെയ്യാം. അല്ലെങ്കിൽ ജസ്റ്റ് ഞാനിവിടെ ടൈപ്പ് ചെയ്യുന്നത് പോലെ ദിസ് ഇസ് മൈ ന്യൂ ചാനൽ, പ്ലീസ് സപ്പോർട്ട് ഓൾ, അങ്ങനെ എന്തെങ്കിലും കൊടുക്കാം കേട്ടോ. അപ്പോൾ അതൊക്കെ നിങ്ങളുടെ ഇഷ്ടമാണ്, എന്തൊക്കെ എഴുതണം, അല്ലെങ്കിൽ നിങ്ങളുടെ ഡീറ്റെയിലിംഗ് ആയിട്ടുള്ള കാര്യങ്ങളോ, എഡ്യൂക്കേറ്റഡ് ആണെന്നുണ്ടെങ്കിൽ അങ്ങനെയോ, വർക്കിനെ സംബന്ധിച്ചിട്ടുള്ള കാര്യങ്ങളാണെങ്കിൽ അങ്ങനെ എന്ത് വേണമെങ്കിലും നിങ്ങൾക്ക് ആ ഒരു ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തേക്കാം കേട്ടോ. അതായത് നമ്മുടെ വീഡിയോസ് കാണുമ്പോൾ, അല്ലെങ്കിൽ നമ്മുടെ ചാനൽ എടുക്കുമ്പോൾ മറ്റുള്ളവർക്ക് അട്രാക്റ്റ് ചെയ്യാൻ എന്നുള്ളത് മാത്രമേ ഉള്ളൂ. ഇവിടെ ഇപ്പോൾ പ്രൈവസി ഞാനിവിടെ ഓണാക്കി വെച്ചിട്ടുണ്ട്. ഓക്കെ, നമ്മളിവിടെ ഇപ്പോൾ ഇനി നെക്സ്റ്റ് നമ്മുടെ ചാനലിന് ഒരു പിക്ചർ വെച്ച് കൊടുക്കണ്ടേ, ചാനലിൽ ഐക്കൺ വെച്ച് കൊടുക്കണ്ടേ. അപ്പോൾ അതിനായിട്ട് ഞാൻ ഗാലറിയിൽ തന്നെ പോയിട്ട് ഒരു പിക്ചർ ജസ്റ്റ് ഒന്ന് ആ ഒരു മുകളിൽ കാണുന്ന ആ ഒരു ക്യാമറ ബട്ടൺ ക്ലിക്ക് ചെയ്തിട്ട് നമ്മളൊന്ന് എടുത്ത് വെച്ചേക്കുവാണ്. വളരെ സിമ്പിളാണ്. നിങ്ങൾ കരുതും ഭയങ്കര ഡിഫിക്കൽട്ടാണ് എന്നുള്ളത്. അപ്പോൾ അതൊന്ന് കൊടുത്തു കഴിഞ്ഞാൽ നമ്മൾ ചാനൽ ഓൾമോസ്റ്റ് നമ്മളിവിടെ ക്രിയേറ്റ് ചെയ്ത് കഴിഞ്ഞു കേട്ടോ. വളരെ എളുപ്പത്തിൽ ചെയ്യാൻ പറ്റുന്നൊരു സംഭവത്തിലൂടെയാണ് ഞാനിപ്പോൾ നിങ്ങൾക്ക് കാണിച്ചു തരുന്നത്. മുൻപൊക്കെ നമ്മൾ ചാനൽ ക്രിയേറ്റ് ചെയ്തത് ക്രോമിൽ പോയിട്ട് അത് പിന്നെ എഡിറ്റ് ചെയ്ത് അതിലേക്ക് ഒരുപാട് ഫങ്ഷൻസ് കാര്യങ്ങളൊക്കെ ചെയ്യാനുണ്ടായിരുന്നു കേട്ടോ. അതൊക്കെ നമ്മൾ എന്താ പറയുക, പെയ്ഡായിട്ടൊക്കെ ചെയ്ത് ഒരുപാട് പേർക്ക് നമ്മൾ റെഫർ ചെയ്തിട്ടോ കൂടെ കൊടുത്തിട്ടുണ്ടായിരുന്നു, എങ്ങനെയാണ് ഇതൊന്ന് ക്രിയേറ്റ് ചെയ്ത് തരാമെന്നൊക്കെ പറഞ്ഞിട്ട്. പക്ഷേ ഇപ്പോൾ സോ സിമ്പിളാണ്. വളരെ കുഞ്ഞു കുട്ടികൾ പോലും അവരുടെ സ്വന്തം ചാനൽ ക്രിയേറ്റ് ചെയ്യുന്നു, വീഡിയോസ് ഇടുന്നു, ഒന്നും പറയണ്ട, ഭയങ്കര എളുപ്പമാണ് കേട്ടോ ഇപ്പോഴെന്ന് പറഞ്ഞാൽ. അപ്പോൾ ഓൾമോസ്റ്റ് ചാനൽ ക്രിയേറ്റ് ചെയ്തു. ഇനിയിപ്പോൾ നമ്മൾ ബാക്ക് പോയി വീണ്ടും ഒന്ന് നമ്മൾ ചാനലൊന്ന് എടുത്ത് നോക്കുകയാണ്. നമ്മുടെ ചാനൽ സെറ്റായോ നോക്കണ്ടേ. അപ്പോൾ ഇത് നമ്മൾ ചാനൽ ഓൾറെഡി ആയിട്ടുണ്ട്. ഇനിയിപ്പോൾ നമുക്ക് എന്ത് വേണം, ഈ ഒരു പ്ലസ് ബട്ടൺ ക്ലിക്ക് ചെയ്തതിന് ശേഷം താഴത്തോട്ട് ആ ഒരു ഹോം, ആ സബ്സ്ക്രിപ്ഷനൊക്കെ കഴിഞ്ഞതിന് ശേഷം ഒരു പ്ലസ് ബട്ടൺ കണ്ടില്ലേ സെൻറ്ററിൽ, ആ ഒരു പ്ലസ് ബട്ടൺ ക്രിയേറ്റ് ചെയ്തിട്ട് നിങ്ങൾക്ക് ലോങ് വീഡിയോസ് ആയിട്ടുള്ള എന്തെങ്കിലും വീഡിയോസ് നിങ്ങളുടെ ഗാലറിയിൽ ഉണ്ടെന്നുണ്ടെങ്കിൽ അത് ആഡ് ചെയ്തിടാൻ പറ്റും. അല്ല നിങ്ങൾക്ക് ഷോർട്സ് ആണ് എന്നുണ്ടെങ്കിൽ 3 മിനിറ്റ് വരെയുള്ള വീഡിയോസ് ഇവിടെ ഷോർട്സ് ആയിട്ടൊക്കെ പോസ്റ്റ് ചെയ്യാൻ പറ്റും കേട്ടോ. ഇവിടെ ഇപ്പം ഞാൻ നിങ്ങൾക്ക് കാണിക്കാൻ വേണ്ടി മാത്രമായിട്ട് വളരെ കുഞ്ഞൊരു വീഡിയോ ഇട്ടിരുന്നുണ്ട് കേട്ടോ. എൻ്റെ കുട്ടികളെടുത്ത വീഡിയോ ആണ്. അവരുടെ കാറ് ജസ്റ്റ് ഒന്ന് എന്താ പറയുക, അവരുടെ ചാനൽ ഇടാൻ വേണ്ടിയിട്ട് അവരെടുത്ത വീഡിയോസാണ്. അപ്പോൾ അത് ഞാൻ നിങ്ങൾക്കൊന്ന് കാണിച്ചു തരികയാണ്. വളരെ കുഞ്ഞു വീഡിയോസായിട്ടാണ് ഞാനത് ഇട്ട് വെക്കാൻ പോകുന്നത് കേട്ടോ.
അപ്പോൾ അത് ഷോർട്ട് എന്നുള്ള ആ ഒരു കാറ്റഗറിയിലാണ് ഞാൻ പോസ്റ്റ് ചെയ്യാനും പോകുന്നത്. അപ്പോൾ ഇതേ ഷോർട്സിൻ്റെ നമ്മുടെ റെസൊല്യൂഷൻ ഈ ഒരു രീതിയിലാണ് ഉണ്ടാവുക. നമ്മൾ ഈ ഇൻ്റർഫേസ് ഇങ്ങനെയാണ് ഉണ്ടാവുക. അതിലേക്ക് നമ്മൾ നമ്മുടെ വീഡിയോ സെലക്ട് ചെയ്തതിന് ശേഷം നമുക്ക് അവിടെ സോങ് ഓട്ടോമാറ്റിക്കായിട്ട് സോങ്ങും സെലക്ട് ചെയ്യാൻ പറ്റും കേട്ടോ. കുറച്ചൊന്ന് ഇരുന്ന് കഴിഞ്ഞാൽ നമുക്കിത് പഠിച്ചെടുക്കാൻ പറ്റുന്നതേ ഉള്ളൂ. അപ്പോൾ സോങ് നമ്മൾ ഇടുന്ന വീഡിയോസിന് ആപ്റ്റായിട്ടുള്ള സോങ് ഇതിൽ തന്നെ നമുക്ക് കിട്ടും. അപ്പോൾ അതിൽ ആ സോങ്ങും കൂടെ നിങ്ങൾ സെലക്ട് ചെയ്തതിന് ശേഷം നമുക്കിവിടെ സൈഡിലായിട്ട് ഒരുപാട് എഡിറ്റ് ഓപ്ഷൻ, അതായത് ഫിൽറ്ററും ടൈമിങ്ങും അതുപോലെ തന്നെ സ്പീഡും ഒക്കെ അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റുന്ന ഓപ്ഷൻസ് ഉണ്ട്. അപ്പോൾ ഇപ്പം ഞാനതൊന്നും കാണിക്കുന്നില്ല. എല്ലാം കൂടി ഒന്നിച്ച് കാണിക്കുമ്പോൾ നിങ്ങൾക്കത് എന്തായാലും ബുദ്ധിമുട്ടായിരിക്കും. ഏതൊക്കെയാണെന്നൊക്കെയുള്ള ബുദ്ധിമുട്ടായിരിക്കും. അപ്പോൾ എന്തെങ്കിലും കാര്യങ്ങൾ നോട്ട് ചെയ്യണം എന്നുണ്ടെങ്കിൽ ജസ്റ്റ് ഒരു നോട്ട് ചെയ്ത് വെക്കുക, അല്ലെങ്കിൽ ഈ ഒരു വീഡിയോ സേവ് ചെയ്ത് വെച്ചാലും മതിയാവും കേട്ടോ. ഫണ്ടമെൻ്റലായിട്ടുള്ള അല്ലെങ്കിൽ ബേസിക് ആയിട്ടുള്ള കാര്യങ്ങളാണ് പറഞ്ഞു തരുന്നത്. ഇതിൽ നിങ്ങൾ എന്ത് ചെയ്യുകയെന്ന് വെച്ചാൽ ഒരു ചാനൽ അങ്ങോട്ട് ക്രിയേറ്റ് ചെയ്യുക, പറ്റുന്ന രീതിയിലൊക്കെ ഷോർട്സ് ആയിട്ട് അപ്ലോഡ് ചെയ്ത് വെക്കുക. ഒരു ദിവസം തന്നെ ഒരു 4-5 ഷോർട്സ് ഇട്ട് കഴിഞ്ഞാൽ തന്നെ ചാനൽ അങ്ങ് മൂവിങ് ആയിക്കോളൂ കേട്ടോ. ലോങ് വീഡിയോസ് തന്നെ ഇടണം എന്നില്ല. ആദ്യം വീഡിയോസ് ഇടുന്ന കൂട്ടുകാർ ഷോർട്ട് വീഡിയോ ഇട്ടിട്ട് നിങ്ങൾ എന്ത് ചെയ്യുക, ഇതിനെ ഒന്ന് സെറ്റാക്കി എടുക്കുക. ആ ഒരു എഡിറ്റിങ്ങും കാര്യങ്ങളൊക്കെ ഒന്ന് വശമാക്കി എടുക്കുക കേട്ടോ. അപ്പോൾ ഇപ്പോൾ ഇവിടെ ഞാൻ മുകളിൽ സൗണ്ടൊക്കെ ഒന്ന് അഡ്ജസ്റ്റ് ചെയ്ത് വെക്കുകയാണ്. നിങ്ങൾ വീഡിയോയിൽ ഓൾറെഡി വേറെ എന്തെങ്കിലും സൗണ്ട് ഉണ്ടെന്നുണ്ടെങ്കിൽ അത് ഓഫ് ചെയ്തിടാം. അതുപോലെ തന്നെ മ്യൂസിക് മാത്രം പിന്നെ മെയിനായിട്ട് കേൾക്കുന്ന രീതിയിലൊക്കെ ആഡ് ചെയ്ത് വെക്കാം കേട്ടോ. ഇവിടെ ഇപ്പോൾ ഞാൻ സബ്സ്ക്രൈബ് മീ, ലൈക്ക് മീ എന്നൊക്കെ ജസ്റ്റ് കൊടുത്തിട്ടുണ്ട്. അതൊക്കെ വെച്ച് കഴിഞ്ഞാൽ കുട്ടികളൊക്കെ കാണുന്ന വീഡിയോസ് ആണെന്നുണ്ടെങ്കിൽ കുട്ടികൾ എന്തായാലും ലൈക്ക് ചെയ്ത് അങ്ങോട്ട് പോകും. അപ്പോൾ ആ ലൈക്കിങ് നമ്മുടെ മറ്റുള്ളവരിലേക്ക് നമ്മുടെ വീഡിയോസ് ഷെയർ ചെയ്യാൻ സഹായിക്കും കേട്ടോ. അപ്പോൾ ജസ്റ്റ് ഒരു ട്യൂട്ടോറിയൽ വീഡിയോ ആണ്. ഇത് എത്രത്തോളം നിങ്ങൾക്ക് ക്യാച്ച് ചെയ്തെടുക്കാൻ പറ്റും എന്നൊന്നും എനിക്ക് അറിഞ്ഞുകൂടാ. ഇനിയും മനസ്സിലാവാത്ത കൂട്ടുകാർ ജസ്റ്റ് ഒന്ന് കമൻറ്റ് ചെയ്യുക കേട്ടോ. ഇവിടെ ഇപ്പം ഞാൻ ചെയ്തുകൊണ്ടിരിക്കുന്നത്, ഇവിടെ മുകളിലായിട്ട് നമുക്ക് നമ്മുടെ ഇൻ്റർഫേസ്, അതായത് നമ്മുടെ വീഡിയോസ് കാണുമ്പോൾ ഹോം പേജിൽ എന്താണോ വരേണ്ടതെന്നുള്ളത് ജസ്റ്റ് ഒന്ന് അവിടെ ടൈപ്പ് ചെയ്ത് കൊടുക്കുക. അതുപോലെ തന്നെ ആ ഒരു പിക്ചർ കാണുന്നുണ്ടല്ലോ, കാറിൻ്റെ പിക്ചർ, ആ ഒരു പിക്ചറും നമുക്ക് സെലക്ട് ചെയ്ത് കൊടുക്കാൻ പറ്റും കേട്ടോ. നമ്മുടെ വീഡിയോസിൽ നിന്ന് സെലക്ട് ചെയ്ത് കൊടുക്കാൻ പറ്റും. നമ്മുടെ കാർ, അതായത് മിനി കാറെന്ന് ഞാൻ ജസ്റ്റ് ഒന്ന് ടൈപ്പ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ കുട്ടികളൊക്കെ കാറിന്ന് സെർച്ച് ചെയ്യുന്ന സമയത്ത് നമ്മുടെ ഈ ഒരു വണ്ടീൻ്റെ വീഡിയോസും കൂടെ അവർക്ക് ഷെയർ ആയി പോകും കേട്ടോ. ഹാഷ്ടാഗിൽ നിങ്ങൾക്ക് ഇഷ്ടമുള്ള കാര്യങ്ങൾ ഹാഷ്ടാഗിൽ കൊടുക്കാം. കാറെന്ന് കൊടുക്കാം, സോങ്സ് എന്ന് കൊടുക്കാം, ഹോട്ട് വീൽസ് എന്ന് കൊടുക്കാം, എന്തേലും. അതായത് എങ്ങനെയാണ് മാക്സിമം കൂട്ടുകാർ സെർച്ച് ചെയ്ത് വീഡിയോസ് കാണുന്നത് ആ ഒരു രീതിയിലൊക്കെ നിങ്ങൾക്ക് അവിടെ ഹാഷ്ടാഗ് കൊടുക്കാൻ പറ്റും. പിന്നെ റിലേറ്റഡ് ഓഡിയൻസ്, ഏതൊക്കെ ഓഡിയൻസാണ് നിങ്ങൾക്ക് ചാനലിലോട്ട് വരേണ്ടത്, കുട്ടികളുടെ വീഡിയോസ് ആണോ എന്നാണ് ചോദിക്കുന്നത്. അപ്പോൾ അല്ല എന്നുള്ളത് കൊടുക്കുക. അതുപോലെ തന്നെ കമൻറ്റ് ബോക്സ് ഓണാക്കി വെക്കുക. പിന്നെന്താ ആൾട്ടർനേറ്റീവ് എന്നുള്ളത് നോ ആക്കിയിടുക. അത്ര മാത്രമേ ഉള്ളൂ. ഇവിടെ ഇപ്പോൾ നിങ്ങൾ കണ്ട കാര്യങ്ങൾ മാത്രമേ ഉള്ളൂ കേട്ടോ. അതിൽ എക്സ്ട്രാ ഞാനൊന്നും ചെയ്യുന്നില്ല. കൂടുതലായിട്ട് ഇതിൽ ഞാൻ ഉൾപ്പെടുത്തി കഴിഞ്ഞാൽ നിങ്ങൾക്കത് ഭയങ്കര ബുദ്ധിമുട്ടായിരിക്കും. ഇനി നെക്സ്റ്റ് ഒരു വീഡിയോയിൽ നിങ്ങൾക്ക് എഡിറ്റിംഗ് വേണോ, എഡിറ്റിംഗ് എങ്ങനെയാണ് ചെയ്യുക എന്നുള്ളത് വേണോ, അതുപോലെ തന്നെ ഈ ഒരു വീഡിയോ തന്നെ കുറച്ചുകൂടി ഡീറ്റെയിൽ ആയിട്ട് അല്ലെങ്കിൽ സ്പീഡൊക്കെ കുറച്ചിട്ട് സാവധാനം ലോങ് വീഡിയോസ് ഇടുന്നത് കാണിച്ചു തരണോ എന്നുള്ളതൊന്ന് ജസ്റ്റ് ഒന്ന് കമൻറ്റ് ചെയ്യുക കേട്ടോ. ഇത് തീരെ അറിയാത്ത കൂട്ടുകാർക്ക് വേണ്ടി മാത്രമായിട്ട് ഞാൻ വളരെ പെട്ടെന്നൊന്ന് സെറ്റാക്കി എടുത്ത വീഡിയോ ആണ്. അപ്പോൾ നമ്മൾ ചാനലിൽ ഓൾറെഡി വീഡിയോ അപ്ലോഡ് ചെയ്തു കേട്ടോ. ഇനിയിപ്പോൾ നമുക്കതൊന്നുകൂടെ ഒന്ന് യൂട്യൂബ് എടുത്ത് നോക്കിയാലോ. താഴോട്ട് ആ ഒരു യു എന്നുള്ള ഭാഗം എടുത്ത് നോക്കുക. എന്നിട്ട് നമ്മൾ അപ്ലോഡ് ചെയ്ത വീഡിയോ ഇവിടെ ഉണ്ട് കേട്ടോ. യു എന്നുള്ളത് നമ്മൾ നമ്മുടെ ചാനൽ എടുത്ത് നോക്കുമ്പോൾ നമ്മൾ അപ്ലോഡ് ചെയ്ത വീഡിയോ ഉണ്ട്. ഇനി അത് നമുക്ക് ഷെയർ ചെയ്യണമെന്നുണ്ടെങ്കിൽ ഷെയർ ബട്ടൺ എടുത്തിട്ട് നമുക്കത് ഷെയർ ചെയ്തും കൊടുക്കാം കേട്ടോ. ഇത്ര മാത്രമേ പണിയുള്ളൂ. ഭയങ്കര ഈസിയാണ്. അപ്പോൾ ഈ ഒരു കാര്യം എന്തായാലും ട്രൈ ചെയ്ത് നോക്കാം. ഇനിയിപ്പം നമ്മുടെ വീഡിയോസ് എന്താണ് മറ്റുള്ളവരിലേക്ക് പോവാത്തതെന്നുള്ള ടെൻഷനൊന്നും വേണ്ട കേട്ടോ. അതൊന്ന് കുറച്ചൊന്ന് സെറ്റാക്കി എടുക്കുന്നത് ഹാർഡ് വർക്ക് ചെയ്തുകൊണ്ടിരിക്കുക. എന്തായാലും അൻറ്റിൽ യു സക്സീഡ്.